ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം, അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. കൊല്ലിത്തടത്തിൽ അഭിവന്ദ്യ പിതാവിനോടും സഹകാർമികരോടുമൊത്ത് പരിശുദ്ധമായ അൾത്താരയിലേക്ക് ആഗതനാവുകയാണ്. പ്രാർത്ഥനാ നിർഭരമായ ഈ നിമിഷങ്ങൾക്ക് സാക്ഷികളാകുവാൻ നമ്മെ അനുഗ്രഹിച്ച നല്ല ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ സഭയുടെ പ്രതിനിധി എന്ന നിലയിൽ ആർച്ച് ഡീക്കൻ മുഖ്യ കാർമ്മികനായ അഭിവന്ദ്യ പിതാവിനോട് അർത്തിക്ക് പട്ടം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് പ്രാർത്ഥനയുടെ അകമ്പടിയോടുകൂടെ അർത്തിയുടെ മുടി മുറിച്ചുകൊണ്ട് അർത്തിയെ താൻ പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ടവനാണെന്നും പാപസാഹചര്യങ്ങളിൽ നിന്ന് സദാ അകന്നു നിൽക്കണമെന്നും ഘോഷിപ്പിക്കുന്നു. സഭയുടെ ഔദ്യോഗിക പൗരോഹിത്യ വസ്ത്രം ധരിക്കുവാൻ പോകുന്ന ജോസഫിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ വസ്ത്രം എപ്പോഴും വിശുദ്ധിയുടെ അടയാളമായി, വിശ്വാസത്തിന്റെ കവചമായി, സാത്താന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് മോചനം നേടുന്ന നിർമ്മല സാക്ഷ്യത്തിനും ശക്തിക്കും പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Mighty and eternal Father, we thank you and glorify you. You are the great in the whole universe. We are formed and designed in your own image and likeness. Our existence is holy because you instilled your divine life into each one of us. Holiness is the end for which we are called. The sin of our first parents destroyed the bond of love with you, and we plunged into the unholy state of life. But you sent your only begotten Son, Jesus Christ, into the world to liberate us from our sinfulness and wretchedness. And we are exposed to the temptations of the unbridled freedom of man, which tarnishes the purity of his soul. Father, may the holy robe of glory and purity received in our baptism remain unblemished through your grace. May this child of yours, chosen by you, aspiring to follow the footsteps of your Son Jesus Christ, experience your love and care. May he serve the people of God and be a model of Christ to the men of today. May he be the guiding star for the people gone astray, as he is
advancement to the ministerial priesthood of your Son, that this clerical habit be a sign of holiness and an armor of faith against the snares of the evil one. Bless this dress and make it, giving him strength and confidence to witness to your life. Here on earth, we make this prayer to our Lord Jesus Christ, who lives and reigns with you in the Holy Spirit, one God, forever and ever. Amen. പിതാവേ, അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ആന്റണി ശംശാന പട്ടം നൽകിയ സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ദാസനെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഭൂമിയിലെന്നും മധ്യരു
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ രക്ഷിക്കണമേ. ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ നാമം. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. അധപതിച്ചു പോയി ഞങ്ങളെ അങ്ങയുടെ അളവറ്റ് കൃപയാൽ സമുദ്ധരിക്കണമേ. ആത്മീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുന്ന ദിവ്യ രഹസ്യങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ പരികർമ്മം ചെയ്യുന്നതിനും നീതിയുടെ പ്രവൃത്തികളാൽ അവയെ പൂർണ്ണമാക്കുന്നതിനും അങ്ങയുടെ കാരുണ്യാതിരകത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിന്റെ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. അവിടുത്തേക്ക് ഗാനം ആലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. അവിടുന്ന് ചെയ്ത വിസ്മയവാഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്നുള്ള നാളെല്ലാത്തിന്റെയും ശ്രദ്ധാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമാവോ ഉദ്ധാനം
അനുക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ഉയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവി സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻകൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. വിശുദ്ധ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കേണ്ടവരാണ് പൗരോഹിത്യത്തിലേക്ക് നടക്കുന്ന ഓരോ വ്യക്തിയും. ഇന്നത്തെ വായനകളെല്ലാം ദൈവസ്നേഹത്തെയും കരുതലിനെയും വിളിയെയും വർണ്ണിക്കുന്നവയാണ്. ഭക്തിയോടും സ്നേഹത്തോടും കൂടെ ദൈവവചനത്തിനായി നമുക്ക് കാതുകൊടുക്കാം. ഒന്നാം വായന. എന്റെ സഹോദരി, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ ശ്രമിക്കുവിൻ. ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിലുള്ള വായന അധ്യായം 23 വാക്യങ്ങൾ 1 മുതൽ 2 വരെ, 28 മുതൽ 32 വരെ. ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രായേലിന്റെ രാജാവാക്കി. ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി. ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക, വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക, ദേവാലയത്തിലെ മറ്റ് ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹരോന്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ്. തിരുസാന്നിധ്യ അപ്പം, ധ്യാനവിലക്കുള്ള പുളിപ്പില്ലാത്ത അപ്പം, കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത് കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ച വസ്തുക്കൾ എന്നിവയിൽ ഇവിടെ അളവുകൾ അവയുടെ ചുമതലയിലായിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം. സാപത്തിലും അമാവാസിയിലും മറ്റു തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കപ്പെടുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടതോളം അവർ അങ്ങനെയും ചെയ്യണം. സമാഗമ കൂടാരത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും ചുമതല വഹിക്കുകയും കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചർച്ചക്കാരായ അഹരോന്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം. സ്തുതി. രണ്ടാം വായന. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 6 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഭൂഷിഷ്ഠനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു.
അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവരുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്നാൽ ഞാൻ അശുദ്ധമായ ആദരങ്ങളുള്ളവനും അശുദ്ധമായ ആദരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിൽ നിന്ന് ബലിപീഠത്തിൽ നിന്നും കൊടിയിൽ കൊണ്ട് എടുത്ത ഒരു തീക്കരനുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്റെ ആദരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ ആദരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ദൈവമായ കർത്താവിന്റെ സ്തുതി. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുമ്പോ ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, നിത്യപുരോഹിതനീശോദൻ നിർമ്മലമാകുമതു സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. കരവിരുതല്ലോ വാദവിധാനങ്ങൾ ഉദ്ഘോഷിക്കുമ്പോ ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, നിത്യപുരോഹിതനീശോദൻ നിർമ്മലമാകുമതു സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. നിത്യപിതാവിനും സുതനും റൂഹായിക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, നിത്യപുരോഹിതനീശോദൻ നിർമ്മലമാകുമതു സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, നിത്യപുരോഹിതനീശോദൻ നിർമ്മലമാകുമതു സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. എന്റെ സഹോദരരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന അധ്യായം 6 വാക്യങ്ങൾ 1 മുതൽ 7 വരെ ഗുരുവാശ്രവദിക്കണം. വിജയാദിനെ അനുഗ്രഹിക്കട്ടെ. ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കാർക്കെതിരെ പിറുപിറുത്തു. അതുകൊണ്ട് 12 പേർ ശിഷ്യന്മാരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപിച്ചു കൊള്ളാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രോഖോറോസ്, നിക്കാനോർ, തീമോൻ, പർമേനാസ്, യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കോളോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അവരെ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ നിർത്തി. അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ചു. ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 13 തിരുവചനങ്ങൾ 3 മുതൽ 17 വരെ. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്ന് യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി തൂവാലയെടുത്ത് അരയിൽ കെട്ടി
അനന്തരം ഒരു താരത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമിയോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എന്റെ കാല് കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവന്റെ കാര്യങ്ങൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ കൊടുക്കുന്നവരാകണമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്നവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്നവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ വിളിക്കൂ എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനേക്കാളും വലിയവനല്ല, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീത. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. Living Brother Joseph, my dear friends, it is a joy for us today to celebrate this sacred service of conferring diaconate for our dear brother Libin Anthony Kolituratil, who has completed his third year of theological studies and is entering into the fourth year as the last step towards his anointing as priest. Just before I extend to Brother Libin my heartiest felicitations and good wishes, and thank God joining you for this great gift of vocation which you have received, and as you are advancing towards the realization of the goal that you have in mind, to be ordained a priest, and this service of diaconate, which is telling you once again the will of God, the desire of the Divine Master. I have told you, you belong to me. And this assurance of God's promise to you is being realized today. As you already know, all of us are aware of that. Diaconate in our Oriental rite we say Samshanusa, and this is the special order, ordination given in order to serve the church, as we read in the different passages of the Bible, from the Chronicles, from Isaiah, from the Acts of the Apostles, and from the Gospel.
Everywhere, the ministry entrusted to a deacon or a Levite is to serve in the sanctuary, help the priest, to serve in the community for the distribution of goods to those who are in need, especially the widows and those abandoned, the poor, to keep order in this kind of ministry, spiritual ministry and social ministry. Both are combined as responsibilities for this ordination of two diaconate. They have to be purified. First condition is that they have to be purified. Yesterday I mentioned to you, purity of our heart, purity of our body, purity of our mind, purity of our soul. Everything is the first condition to be in the service of the church or the community. Deacons are, especially in the ministry in the sanctuary, supposed to prepare the altar. The offerings are to be prepared and brought to the altar. And you are allowed to preach the Word of God. You are allowed to read the epistles, the Word of God, and preach it. You are allowed to be minister in the conferring of certain sacraments. Today we rejoice with you, dear Brother Levin, because you are privileged to receive this sacred order today. When Peter saw that Jesus is coming to wash his feet, he said, No, I will not allow you to wash my feet. Peter was so humbled. He felt it is a very, very below his dignity to do that. Jesus coming to wash his feet. But his answer was, if I do not wash your feet, you will not have part with me. ഞാൻ നിന്റെ പാദങ്ങൾ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് എന്നോടുകൂടി പങ്കുണ്ടായിരിക്കില്ല. Peter was very much moved by that he cannot afford, he cannot allow. And he said, not only my feet, my hands and my head you wash. And here, Brother Levin, the core of your joy today should be this, that you are allowed to have part with the Lord. Peter could not allow himself to be deprived of that joy and that privilege to belong to the Lord. If I don't wash you, you don't belong to me. You will not have part with me. The friendship with the Lord, the closeness to the Lord, the love for the Lord, and to enjoy the closeness of Jesus to you, that should be the cause of the joy that you should have today. Dear Brother Joseph, a new dress, you are wearing cassock, clerical dress, that makes something different, that awareness of putting on Jesus Christ. So once you receive in your baptism a new robe, a white robe, when the priest, the celebrant said, put on Christ, this robe, new white robe is fine with that. So now today, once again, this is kind of second baptism in which you are receiving again a white robe, which again signifies more meaningfully for you as you are an adult. As you are a baby, you did not understand anything. Now you should understand that this is something
very, very meaningful for you. Putting on Christ and putting away the old man, that you have become a new creation, a new existence is given to you. And this awareness and consciousness will keep you faithful to the Lord on your way forward towards priesthood, step by step, coming closer to the Lord. And now, as you are going to begin your study of theology, you should enjoy that. It is really something which should enrich your life, knowing Jesus Christ, knowing all what the church is teaching us, and also to be prepared to be an instrument in the hands of God, preach the word of God, and thus prepare yourself for the gift of priesthood. Wish you all the very best. നമുക്കെല്ലാവർക്കും മധ്യാതിലൂടെ കർത്താവേ പരിശുദ്ധാത്മാവിനാൽ ഈ സഹോദരനെ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സഹോദരനെ വിശദീകരിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കുവാനും ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷിക്കുവാനും സ്ത്രീഹന്മാരുടെ ലിഖിതങ്ങളിൽ നിന്നും ചൈതന്യം ഉൾക്കൊള്ളുവാൻ അതിന് അനുഗണമായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവജനത്തെ പ്രബോധിപ്പിക്കുവാൻ ദിവ്യബലിയിൽ വിശ്വാസികളെ സജീവമായി പങ്കെടുപ്പിക്കുവാൻ അരൂപയിലും സത്യത്തിലും ആരാധിക്കുവാൻ അവരെ സഹായിക്കുവാൻ എന്റെ ശിഷ്യയുടെ അടയാളമായ സഹോദര്യം എന്ന് പരിപോഷിപ്പിക്കുവാൻ ക്രിസ്തീയ പരസ്നേഹ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ ഈ സഹോദരനെ സ്വീകരിക്കണമേ. പ്രഥമ രക്തസാക്ഷിയും സ്തഫാനോസിനെയും സഹപ്രവർത്തകരെയും പോലെ എന്റെ പരിശുദ്ധാരൂപിയെ സമൃദ്ധമായി സ്വീകരിക്കുവാൻ ഭാരമേൽക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ സഭയുടെ നന്മയ്ക്കായി നിർവഹിക്കുവാനും കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ സഹോദരനെ സ്വീകരിക്കണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ മേലധ്യക്ഷ പിതാവുമായ മാർ തോമസ് മെത്രാന്റെയും അവിടുത്തെ ശുശ്രൂഷകളുടെയും ക്ഷേമത്തിന് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ഈ ദാസൻ ആന്റണിക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഞങ്ങൾ സ്വീകരിക്കണമേ. പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ യോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമായുടെയും മറ്റ് വിശുദ്ധന്മാരെല്ലാവരുടെയും ഞങ്ങളുടെ സഭയുടെ വാഴ്ത്തപ്പെട്ടവരുടെയും വിശുദ്ധരെയും പ്രാർത്ഥനാ സഹായം ഇവന് ലഭിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിർമ്മലനും നിർമ്മലരെ സ്നേഹിക്കുന്നവനുമായ കർത്താവേ, നിർമ്മലമാകുന്ന നിന്റെ പ്രകാശം നിന്റെ ദാസന്റെ മേൽ ചൊരിയണമേ. നിന്റെ ദിവ്യ രഹസ്യങ്ങൾ വിശുദ്ധിയുടെ പരികർമ്മം ചെയ്യുവാനും നിന്റെ ശുശ്രൂഷകരെ പൗത്രീകരിക്കുന്ന നിന്റെ പ്രമാണങ്ങൾ പാലിക്കുവാനും നിന്റെ ശക്തിയും സഹായവും ഇയാൾക്ക് നൽകണമേ. സ്വയം വിനീതനായി സ്വർഗീയ മഹത്വത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ഇറങ്ങി സകല സൃഷ്ടികളുടെയും രക്ഷ സാധിച്ച നീ ഉന്നതനാകുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ മധുമഹായിൽ പ്രവേശിച്ച് സ്വർഗീയ സിംഹാസനത്തിന്റെ സാദൃശ്യത്തിൽ ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്ന നിന്റെ ഉന്നത ബലിപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുവാൻ ദാസൻ ആന്റണിയെ യോഗ്യനാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവായ സകലത്തിന്റെയും നാഥായ എന്നേക്കും. അടുത്തു വരുന്ന കാനോനയ്ക്ക് മുൻപ് അഭിവന്ദ്യ പിതാവ് മുടി ധരിച്ചതിനു ശേഷം അംശവടി പിടിച്ചുകൊണ്ട് പട്ടം സ്വീകരിക്കുന്നവര് മദ്ബഹായുടെ മധ്യഭാഗം വരെ ആനയിക്കുന്നു. 15ാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് ദൈവഭവനത്തിലായിരിക്കുവാൻ
ഈ ദാസനെ യോഗ്യനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വാസമുറപ്പിക്കും? പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം വരുത്തുകയോ ചെയ്യാത്തവൻ പണത്തിന് പലിശ ഈടാക്കുകയോ സന്തോഷത്തിനായി കൽക്കുകയോ വാങ്ങുകയോ ചെയ്യാത്തവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, പരിപൂർണ്ണനും സൃഷ്ടികളുടെ ശുശ്രൂഷ വിശേഷം ആവശ്യമില്ലാത്തവരുമായ ദൈവമേ, അങ്ങയുടെ കൃപയാലും അനുഗ്രഹത്താലും ഈ ദാസനെ വിശ്വസ്തതയിൽ ഉറപ്പിച്ചു നിർത്തണമേ. അങ്ങയുടെ സ്തുതിക്ക് ബഹുമാനത്തിന് നിയുക്തമായ വിശുദ്ധ സ്ഥലത്ത് ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് ഈ ദാസനെ യോഗ്യനാക്കണമേ. കർത്തവ്യങ്ങളുടെ അർഹത കൂടാതെ നിർവഹിക്കുന്നതിനുള്ള ഉത്സാഹം ഇയാൾക്ക് നൽകണമേ. ആധ്യാത്മിക ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഇയാളെ ഉളവാക്കുകയും വളർത്തുകയും ചെയ്യണമേ. ആധ്യാത്മിക ഫലങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കർത്താവേ, ബഹുമാനങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. പാലിച്ചുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ വഴിയെ പഠിപ്പിക്കണമേ. തിരുവുറവിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊള്ളാം. ആദ്യം മുതലേക്കും ആമേൻ. നിങ്ങൾക്കും കരകരമാകാം അഴകൊടുക്കിയൊരുക്കമുടെ കത്തും ദീപവുമായി നിങ്ങളടിക്കു സദാവിളയും കാലമോടെ വസിച്ചിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉപകാരമെങ്കിൽ പ്രവചിക്കുന്ന ഈ ദാസന്റെ മേൽ നിർവചിക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഈ ആരാധകന് അവ ധാരാളമായി പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ ഇയാളെ വരദാനങ്ങളാൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾക്ക് നിർമ്മലമായ വാസസ്ഥാനവും ദിവ്യരഹസ്യങ്ങളുടെ പരിഗണനയുടെ ഉത്സാഹിയായി ശുശ്രൂഷിക്കുവാൻ ഇയാളെ പ്രവർത്തീകരിക്കണമേ. ആധ്യാത്മിക ഫലങ്ങളുടെ ദാതാവും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലിലേക്ക്
ഞാൻ കണ്ണുകൾ ഉയർത്തി. കർത്താവേ, ശുശ്രൂഷകരെ നിൻ കൃപയെന്നും ചൊരിയണമേ. വസിക്കുന്നവനെ നമുക്കിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി. ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ആരംഭിച്ചതിനു ശേഷം സ്ഥാനങ്ങളാണെന്ന് അഭിനന്ദിതാവ് നടത്തിയിരിക്കുന്നു. നടത്തിയ അഭിനന്ദിതാവിന്റെ മുട്ടുകുത്തിയെ കൈവശം സ്വീകരിക്കുവാൻ വരുന്നു. കൈവശം സുരക്ഷി തന്നെ യോഗ്യനാക്കണമേ എന്ന് അഭിനന്ദിതാവ് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സംപ്രീതിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും എപ്പോഴും നമ്മോടൊന്നുണ്ടായിരിക്കട്ടെ. അയവർത്തനവും ഉന്നതവുമായ ഈ ശുശ്രൂഷ ബലഹീനനായ എന്റെ കടങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധത്തിന്റെ ഏറ്റവും മഹോന്നതമായ നിമിഷങ്ങളിലേക്കാണ് നാം കടക്കുക. അഭിനന്ദിതാവിന്റെ കൈവപ്പ് വഴി അതിർത്തിക അംശമാനായി അറിയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം വ്യാപിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ രാജാവേ, കരുണാസമ്പന്നനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, അവണ്ഡനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായ ഞങ്ങളുടെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകന്മാർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ നൽകുവാൻ വേണ്ടിയാണല്ലോ. കർത്താവേ, സഭാ ശുശ്രൂഷയുടെ കൈകൊണ്ട് വഴി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന നൈതിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ ദാസനായ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാന ആയിത്തീരുന്നതിന് ഇയാളെ അങ്ങയുടെ മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രഭാവം ഇയാളിൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതന്റെ അനുഗ്രഹത്താലും കാരുണ്യത്താലും ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയുടെ നിർവഹണത്തിന് ഇയാൾ പൂർണ്ണനാക്കപ്പെടട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും ബഹുമാനവും കൃത്യതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകളെ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിന്റെ സഭയിൽ ശംശാനയായി പട്ടം നൽകപ്പെടാൻ നിയുക്തനായിരിക്കുന്ന യൗപതിയക്കന ആന്റണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങേ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും പ്രഭാപൂർവം ഉടമ്പടി പാലിക്കുന്ന അങ്ങ് സത്യമാനും പരിചയത്തിനും ഉത്തരകരമാകുന്നു.
അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവിൽ ശോഭിച്ചുഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം വന്നത് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തെരഞ്ഞെടുത്തു. ദീർഘദർശികളെയും സ്ത്രീഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ നിഗമനായി അങ്ങ് നിയോഗിച്ചു. എസ്തപ്പാനോസിനെയും അവന്റെ സഹപ്രവർത്തകരെയും തെരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സ്തുത്യർഹവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ സംസാരമാരെയും അങ്ങ് സഭയെ നിയോഗിച്ചു. എന്റെ കർത്താവേ, ഈ ദാസൻ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംശാന ആയിരുന്നതിലും പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മതമഹായി ശുശ്രൂഷ ചെയ്യുന്നതിലും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനായ നീതിയുടെ പ്രവൃത്തികളാൽ ഇയാൾ പ്രക്ഷോഭിതനാകുന്നതിനു വേണ്ടി അങ്ങയുടെ കരുണയാലും പരിശുദ്ധാത്മാവിന്റെ പ്രഭാവനം ഈ കൈവപ്പ് വഴി ഇയാൾക്ക് നൽകണമേ. തിരുസഭയിലെ വിശുദ്ധ ലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം ഇയാൾ വായിക്കുകയും തന്റെ മാതൃകയും പരസ്പര പ്രവൃത്തികളും വഴി വരവേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശ്വസതാപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ മുമ്പാകെ ഇയാൾ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നിർമ്മലവുമായ ശുശ്രൂഷയ്ക്ക് പ്രതിസമ്മാനത്തിന്റെ ദിവസത്തിൽ സ്വർഗീയതാൽ നന്മകൾ അങ്ങയിൽ നിന്ന് കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഘട്ടത്തിൽ കഴിഞ്ഞിരിക്കുന്ന ഖുർആനും സംസ്ഥാനയുടെ ഇടത്തെ പോലെയിരുന്ന കർമ്മത്തിലൂടെ ശുശ്രൂഷ ദൗത്യം അഭിമന്യ പിതാവ് അധ്യയനം സമർപ്പിക്കുന്നു. അതിനുശേഷം അഭിമന്യ പിതാവ് ലേഖനഗ്രന്ഥം സംസ്ഥാനത്തെ ഏൽപ്പിക്കുന്നു. ആരാധനക്രമത്തിൽ ലേഖനം വായിക്കാൻ ഔദ്യോഗികമായി പ്രകടിപ്പിക്കുന്നവൻ സംസ്ഥാനമാരാണ്. പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ജീവനാഥനാഥനിയെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവൃത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവാൻ നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിൽ ഉളവാകട്ടെ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തപ്പാനോസിനടുത്താൽ ലേവായി ശുശ്രൂഷയ്ക്കുമായി ആന്റണി കൊല്ലുന്നിടത്തിൽ വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. അടുത്തു വരുന്ന കാലനയുടെ സമയത്ത് ആർച്ച് സംസ്ഥാന ബലിപീഠത്തിനായിരുന്നു. ആദ്യം ബലിപീഠത്തിന്റെ വലതുവശത്തും പിന്നീട് ഇടതുവശത്തും സുരക്ഷിതം വെച്ച് കാണുന്നു. ബലിപീഠത്തെ ആസ്പദമാക്കി ജീവിതം നയിക്കണമെന്ന ഈ കർമ്മം സംസ്ഥാനയെ ഓർമ്മിപ്പിക്കുന്നു. വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും.
സാമീപ്യം ലഭിക്കും. ഭക്തന്മാരുടെ ആവശ്യപ്പെടുന്ന സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ യജ്ഞത്തിൽ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലങ്ങളിൽ അവിടുത്തെ നാമം പ്രകീർത്തിക്കും. ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പിനായി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തനും കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവനത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദ്ധതികൾ കയ്യൊപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരനും ബലഹീനമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവനം ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ ഞങ്ങളുമായി ലഭ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവത്തിരയും ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് മനുഷ്യരായി പീഡകൾ സഹിക്കുകയും പ്പെട്ടു മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന നിത്യാത്മാവും ജീവിതാത്മാവുമായ ഏകമനുഷ്യത്താത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മോയത്തിലെ മർമ്മോദിസായും ശരീരത്തിന്റെ ഞങ്ങളെ ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ എന്റെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകം വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈവരെ നമ്മുടെ സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനം കാരണമാവട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെയും കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേലെ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെപ്പെട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിലാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാക്കുവാൻ എളിയവരും ഭാഗ്യമായിരുന്നിട്ടും ഞങ്ങളെ യാതനകളാൽ യോഗ്യരാക്കി അങ്ങ് നൽകി ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നും ഇവരോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ.
നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വ മറിയതൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സഖ്യകളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാളങ്ങൾ ലോകദേവതകളുടെ സ്ഥലത്തെ കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടാണ് തന്റെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ പങ്കിട്ട് ആരാധിക്കുന്നു. വരൂപീഠമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധ വരൂപീഠമായ ക്രോബിയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധനാ സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. അവനവനുടെ മഹിമകളാൽ ഉന്നതവേദിയിലൊസാന, ദാവീദിൻ സുതനോസാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നതവേദി ഹോസാന ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിലും മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യത പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകബുദ്ധിയുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനെതിരായ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ മുമ്പിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസായമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദാസർനിധി തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതും അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. ഈ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് തുനിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രികാസഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനായ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾക്കും മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയിൽ നിന്ന് സ്വീകരിക്കണമേ. സ്വീകരിക്കണമേ. ശ്രീമാരുടെയും രക്തസാക്ഷികളുടെയും ഭഗവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനമായി വർദ്ധിച്ച ദൈവമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനകൾ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിൽ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തിൽ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് സംശാനാപട്ടം സ്വീകരിച്ച് വലിയ ശുശ്രൂഷയ്ക്കും ജനസേവനത്തിനും ഭജന പ്രഘോഷത്തിനുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അന്യദേശമാശിനു വേണ്ടിയും യോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനകൾ സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ വിലപീഠത്തിന്റെ ശരീരരത്നങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയെ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ ജലസന്നിധിയിൽ സമരീതി കണ്ടെത്തി നീതിമാന്മാരും
വിശുദ്ധരമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർദ്ധനീയവും സമർത്ഥവുമായ കവയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ശിഹാമത ജീവിതായുമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ലേഖന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവിതായുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എല്ലാവരുമായി ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ നിരസന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളുടെ നാമത്തിന് രക്ഷകനുമായി ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രാർത്ഥത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഈ രക്ഷാപദ്ധതിയെ പ്രകീർത്തിക്കുന്നു. രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായകവും ആയ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും നിത്യവും പരിശുദ്ധവും ജീവിതായവും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ ഞങ്ങളുടെ കാര്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പട്ടിതഭാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യനെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്മാകമാ ജീവൻ നൽകിടുവന്നും ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുമോ, എന്നിൽ നിന്നും ജീവിക്കും ദൈവമകൻ സ്വർഗം നിശ്ചയമാ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അണ്ടാകുന്ന ശരണത്തോടെ അപരാധം പിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെതായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും കഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരുടെ വന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ യാത്രകളെ പ്രവർത്തിക്കുകയും ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തുന്നതിന് ഞങ്ങളുടെ നാമത്തിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങൾ ഞങ്ങൾ പുതിയ പീഡകളാക്കുകയും ജ്വലിക്കുന്ന ആഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി വധിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് ഈ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിലവിന്റെ മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടതാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, നിന്നും അവന്റെ സൈനികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപ്തിയും അധികാരവും ഞങ്ങളുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാൻ അവിടുത്തെ രക്തം പാനം ചെയ്യുവാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. Our beloved Lordship, Mar Thomas Purthimattum, CST, very Reverend Father, Vicar General Father Sibi,
Very Reverend Father Chancellor, Father Abraham, and our beloved Reverend Deacon Livin Kolithadathil, whose baptismal name is Anthony, and our beloved Reverend Brother Joseph Manatisheri, who has received his Holy Testament today in the castle. Today's ceremony is the visible expression of the love, commitment, and also the pastoral shepherding of our beloved Bishop, Dr. Thomas Thirthimattam, CST. It is his love and care that made this day possible, and he was always inquiring about all throughout the stages of formation about Brother Deacon Livin and his examinations, his holidays, etc. And it is Bishop G who took this decision of conducting and conferring this holy diaconate or Assumptiana Pattam today. So thank you, beloved Bishop G, on behalf of all of us and all of fathers who are absent but present in their prayers today, and all our diocese family members, sisters, religious, lay faithful, and along with all our seminarians throughout studying in different seminaries. We thank you most sincerely. A happy seminarian is a holy seminarian. I shall make you fishers of men. You cannot become a fisher of man with a long face, with a melancholic face, with a depressed face. 21st century evangelization, and I always tell others, when you go to your parishes for holidays, looking at your face, the smiling face, others should inquire from which diocese this seminarian is coming. We also wish to join that seminary and so on. So, making you happy and God bless you. Thank you once again to all of you. And a big thanks to all our fathers who are absent here but present in their prayers, all sisters, religious, lay faithful, everybody. And above all, I thank sincerely the rectors, the seminary staff who have formed and taught Deacon Livin, very especially Rector Father Subhash IMS at Varanasi, and also Father Peter Emmanuel Pradeksha, Director and Rector at Delhi, and Vidya Jyoti and Varanasi seminaries, and also all other seminaries. So I hope they have also conveyed their gratitude to them and informed them also. God bless all of us. Thank you. പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗ്ഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൽ നിന്ന് ആരാധനയും മഹത്വവും കൊണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സംബന്ധമാക്കുന്നവരും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങളുടെ മനസ്സാക്ഷിയെ പവിത്രീകരിക്കുകയും ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അഗ്നിമയമായ മരുവീണമായ സ്വർഗീയ സൈന്യങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടുന്നവനും ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവരുമായ കർത്താവേ, ഔന്നത്യമായ അങ്ങയുടെ അനുഗ്രഹത്താലും അപരിമേയമായ നന്മയാലും എസ്തഫാനോസിനെയും കൊണ്ടരെയും എന്നതുപോലെ വിനയപൂർവ്വം അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി വേദനിക്കപ്പെട്ട ആന്റണി ശമാശന്റെ മേൽ കൃപ ചൊരിയണമേ. ജീവിതകാലം മുഴുവൻ സഭയിൽ ശുശ്രൂഷ ചെയ്ത് ഇയാളങ്ങയെ പ്രീതിപ്പെടുത്തുവാനിടയാക്കട്ടെ.
ഇന്നത്തെ തിരുമകളിൽ പകർത്ത എല്ലാവരെയും നല്ലവനായ ദൈവകൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. So once again, I listen to Brother Levina, my earliest felicitations of this division, and to Brother Joseph of the West in this new habit. Being at home within this new habit, that is most important. And to all of you, thank you very much for Santosh, who has been also guiding the Pradesh as the moderator of the seminarians, for the Gregorian especially for the preparation, retreat and preparation for this ordination, and all the parties and all the sisters who have prayed on the very best of God bless us. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ